ഇന്നൊരു മട്ടൺ റൈസ് നോക്കിയാലോ. മട്ടൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉള്ളൊരു റൈസ്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. ഇത് ബിരിയാണി കട്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന രീതിക്കാണേ. തൊലിയോട് കൂടി തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചിയും, ഒരു ഇച്ചിരി ചെറിയ ജീരകവും, 4 ഗ്രാമ്പു, 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു സ്പൂൺ കുരുമുളകും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ചതാണേ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇതാദ്യം തന്നെ ഇതെല്ലാവരും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ആ മട്ടണിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള എരിവ് ഞാൻ ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതിനോടൊപ്പം തന്നെ കുറച്ച് മന്തി മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല ഞാനിവിടെ പൊടിച്ചു വെച്ചേക്കുന്നതിന്, ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാം. ഇതധികം മസാലകളൊന്നും ഇല്ലാതെ മട്ടൻ്റെ തനി ഫ്ലേവർ ഇതിനകത്ത് ഉള്ള രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ റെസിപ്പിയാണ്. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒരു 10 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. 2-3 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് വേണം കുക്കറിൽ അടിക്കാനായിട്ട്. കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ മന്തിയുടെ റൈസിൻ്റെയൊക്കെ ഫ്ലേവർ ഇല്ലേ, അതേപോലെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ റൈസിന്. കുക്കറിൽ 10 വിസിൽ അടിക്കുമ്പോഴേക്കാളും നല്ലോണം വെന്തിട്ടുണ്ടാവേ. റൈസിന് വേണ്ടി ഞാൻ യെല്ലോ സെല്ല റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കഴുകിയിട്ട് 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാനായിട്ട്. എന്നിട്ട് ഞാനിത് പ്ലെയിൻ വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒരു 1/4 വേവിൽ ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മട്ടൺ വെന്തിട്ടുണ്ട്. ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ 3 സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് ഒന്ന് ചൂടായി വന്നപ്പോഴേക്കാളും ആ വേവിച്ച മട്ടൺ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണേ. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കാളും ഒരു തക്കാളി മിക്സിയിലൊന്നും അരക്കാതെ കയ്യിലിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മതിയേ. ഇതിനോടൊപ്പം ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാപ്സിക്കവും തക്കാളി മല്ലിയിലേക്ക് ഒന്ന് വാടി വരുമ്പോഴേക്കാളും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി ഞാൻ മാറ്റുന്നുണ്ട്. റൈസ് ഇട്ടിട്ട് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണേ. ആ റൈസ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫുഡ് കളർ റെഡും യെല്ലോയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ആർക്കെങ്കിലും താല്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനത് ചേർത്ത് കൊടുക്കുന്നുള്ളേ. മട്ടൻ്റെ ഫ്ലേവറുള്ള ഒരു നല്ലൊരു റൈസാണിത്. ഈ റൈസ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ. റൈസ് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ച് വേവിക്കും. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത് തന്നെ. റൈസ് ഉടയാതിരിക്കാൻ വേണ്ടി ഞാൻ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയല്ല എടുക്കുന്നത്. ആ പോട്ട് തന്നെ ഒന്ന് കൊട്ടിയാണ് എടുക്കുന്നത്. അധികം മസാലകളൊന്നും വന്നില്ല. മന്തി മസാല എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ ഓരോ കാണാം വീഡിയോസൊക്കെ. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതില്ലാണ്ടാവുമ്പോൾ ആ മന്തിയുടെ ഫ്ലേവർ ഉണ്ടാവില്ലെന്നുള്ളൂ, മട്ടൻ്റെ ഫ്ലേവർ ഉണ്ടാവില്ല. അത് മതി ഈ റൈസ് കഴിക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.